നമ്മളിൽ പലരും മാർക്കറ്റിൽ ലോസ് വരുമ്പോഴും പുതിയ ട്രേഡ് എടുക്കുമ്പോഴും ചാർട്ട് നോക്കുമ്പോഴും അവസാനം പിറകിൽ നിന്ന് വലിക്കുന്ന ഒരു ഒന്നാണ് ഭയം. പക്ഷേ ഈ ഭയത്തെ നമുക്ക് തോൽപ്പിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ട്രേഡിംഗ് സൈക്കോളജിയിൽ ഏറ്റവും വലിയ ഇമോഷണൽ ബ്ലോക്കായ ഫിയർ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് സിമ്പിളായി മനസ്സിലാക്കാം. ഭയം വരുന്നത് എന്തുകൊണ്ടാണ്? ഭയം എന്നത് കംപ്ലീറ്റ്ലി നോർമലാണ്. മാർക്കറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അതിനാലാണ് നമ്മളെ ബ്രെയിൻ ഓൾവേസ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ലോസ് കാണുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും. ട്രേഡ് മിസ്സാകുമ്പോൾ ടെൻഷനും വരും. എൻട്രി കൊടുക്കുമ്പോൾ ഹെസിറ്റേഷൻ ഉണ്ടാകും. ഇതൊക്കെ മനുഷ്യന്റെ നാച്ചുറൽ റിയാക്ഷൻ ആണ്. പ്രശ്നം ഭയമല്ല, ഭയത്തെ നിയന്ത്രിക്കാത്തത് കൊണ്ടാണ്. പലരും ചാർട്ട് അനാലിസിസ് നന്നായിട്ട് എൻട്രി കൊടുക്കാതെ നിൽക്കുന്നത് ലോസിന്റെ ഭയം കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെയുള്ള മൈൻഡ് സെറ്റുകൾ: പണം പോകുമോ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമോ, മാർക്കറ്റ് നമുക്കെതിരെ പോകുമോ, ഈ ചോദ്യം എല്ലാം കൊണ്ട് മൈൻഡ് ഫുൾ ആകും. ബട്ട് ട്രേഡിംഗ് ഒരു ഗെയിം ഓഫ് പ്രോബബിലിറ്റീസ് ആണ്. ലോസ് വരുന്നത് നാച്ചുറൽ ആണ്. ലോസ് അവോയ്ഡ് ചെയ്യുന്നതല്ല ലക്ഷ്യം, ലോസ് കൺട്രോൾ ചെയ്യുന്നതാണ് ലക്ഷ്യം. സ്റ്റോപ്പ് ലോസ് അതിനാണ്. ഭയം കുറയ്ക്കാനുള്ള ഒരു ഗോൾഡൻ റൂൾ പറയാം: റിസ്ക് സ്മോൾ ആൻഡ് തിങ്ക് ബിഗ്. നിങ്ങളുടെ ക്യാപിറ്റലിനെ ചെറിയ ഭാഗം മാത്രം ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യൂ. റിസ്ക് കുറയുമ്പോൾ മൈൻഡ് കാം ആവും. മൈൻഡ് കാം ആകുമ്പോൾ ഡിസിഷൻ ഷാർപ്പ് ആവും. ഫിയർ ഓൾവേസ് ഗ്രോസ് വേർ റിസ്ക് ഈസ് ഹൈ. ഓവർ തിങ്കിങ് ആണ് ആൾക്കാരെ തകർക്കുന്ന വില്ലൻ. ചാർട്ട് അനാലിസിസ് കഴിഞ്ഞിട്ടും കൺഫർമേഷൻ കണ്ടിട്ടും സ്ട്രാറ്റജി റെഡിയായിട്ടും മനസ്സ് പറയുന്നത് ഇതാണ്: ഇനി കുറച്ചും കൂടെ ട്രേഡ് ചെയ്ത് നോക്കണോ വേണ്ടയോ എന്ന്. ഈ ഓവർ തിങ്കിങ് ആണ് അവസരങ്ങളെ നഷ്ടമാക്കുന്നത്. ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ ട്രസ്റ്റ് യുവർ സിസ്റ്റം. 100% ആക്യുറസി ഉള്ള സ്ട്രാറ്റജി ഇല്ല. കൺസിസ്റ്റൻസി ആയ സിസ്റ്റം ഉള്ളവരാണ് വിജയിക്കുന്നത്. മൈൻഡ് സെറ്റ് ഓഫ് എ സക്സസ്ഫുൾ ട്രേഡർ. സക്സസ്ഫുൾ ട്രേഡേഴ്സ് ഭയമില്ലാത്തവരല്ല. അവർക്ക് ഭയമുണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ സിസ്റ്റം ഉണ്ട്. ലൈക്ക് അവർ സ്റ്റോപ്പ് ലോസ് റെസ്പെക്ട് ചെയ്യുന്നു, അവർ ഇമോഷണൽ ട്രേഡ് ചെയ്യാറില്ല, അവർ റിവെഞ്ച് ട്രേഡ് ചെയ്യാറില്ല, ചെറിയ ലോസ് അക്സെപ്റ്റ് ചെയ്യുന്നു, ആൻഡ് ഡിസിപ്ലിനും ഫോളോ ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർക്ക് ലോങ് ടേം സക്സസ് കിട്ടുന്നത്. ഭയത്തെ തോൽപ്പിക്കാൻ 3 സിമ്പിൾ ഡെയിലി പ്രാക്ടീസസ് ഞാൻ പറയാം. നമ്പർ 1, പ്ലാൻ യുവർ ട്രേഡ് ആൻഡ് ട്രേഡ് യുവർ പ്ലാൻ. എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഓൾ ഡിസൈഡ് ബിഫോർ ദ ട്രേഡ്. മൈൻഡ് സെറ്റ് കാം ആകും. നമ്പർ 2, ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ മെന്റൽ ട്രെയിനിങ് ചെയ്യുക. ലോസ് വരുന്നത് വളരെ സാധാരണമാണ്. അത് ട്രേഡിംഗിന്റെ ഒരു കോസ്റ്റ് ആണ്. നമ്പർ 3, ജേർണൽ എഴുതുക. എന്തിന് ഭയം തോന്നി, ഏത് ട്രേഡ് കൺട്രോൾ ചെയ്യാനായില്ല, എല്ലാം റൈറ്റ് ഡൗൺ ചെയ്യുക. സോ ഗൈസ്, ഫിയർ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആകില്ല. ബട്ട് ഫിയറിനെ നിയന്ത്രിക്കാൻ സ്ട്രാറ്റജി, ഡിസിപ്ലിൻ, മൈൻഡ് സെറ്റ് എല്ലാം ബിൽഡ് ചെയ്യണം. ഭയമില്ലാത്ത ട്രേഡർ എന്ന കാറ്റഗറി ഒന്നുമില്ല. ഭയത്തെ തോൽപ്പിച്ച ട്രേഡർമാരുണ്ട്. ഇഫ് യു മാസ്റ്റർ യുവർ മൈൻഡ്, മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കംസ് ഈസി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.